തേങ്ങ ഉള്ളവർക്കൊക്കെ ഉള്ളൊരു പണിയാണ് വേനൽക്കാലമായ ഈ ഒരു പണിയല്ലേ. എല്ലാവരും ഇപ്പം എണ്ണയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ 2 വിധത്തിൽ നമുക്ക് തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുക. ഇങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണങ്ങി കിട്ടും. ഇതുപോലെ ആകുമ്പോൾ കുറച്ചും കൂടി ദിവസം എടുക്കുന്നുള്ളൂ. എന്നാലും 2 വിധത്തിൽ ഇങ്ങനെ ആകുമ്പോൾ പണിയെടുക്കുക എളുപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വെക്കാനും ഇതിനൊക്കെ ഇതുപോലെ പൊളിച്ചാൽ സൗകര്യമാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണങ്ങി കിട്ടണമെങ്കിൽ ഈ രീതിയിൽ പൊളിച്ച് ആ രീതിയിൽ എടുക്കണതാണ്. എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഉണങ്ങി കിട്ടും ചെയ്യും. പെട്ടെന്ന് അതിന്മേൽ ഇങ്ങനെ ഇതുപോലെ വെറുതെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണങ്ങി കിട്ടും ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ചിരട്ട കിട്ടും ചെയ്യും. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ സൗകര്യം, ഉണക്കാനും സൗകര്യമാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വേഗത്തിൽ ഉണങ്ങി കിട്ടും ചെയ്യും. എളുപ്പം ആട്ടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും. ഉണക്കപ്പോൾ ഇതുപോലെയാണ്, ഇങ്ങനെ പൊട്ടുന്നതാണ് ഇതിൻ്റെ ഉണക്കമൊക്കെ അറിയാം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് കണ്ട് എണ്ണയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ പണിയൊന്നും ഉണ്ടാവില്ല. എളുപ്പത്തിൽ എണ്ണ വാങ്ങി നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നല്ല എണ്ണ കിട്ടണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് പണിയെടുക്കും വേണം. ഇപ്പോൾ ഈ രീതിയിലൊക്കെ റെഡിയാക്കി എടുത്ത് ഇതുപോലെ ആട്ടിക്കൊടുന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് ഒരു കൊല്ലത്തിലുള്ള എണ്ണ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒരു കൊല്ലത്തിന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നല്ല എണ്ണ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മറ്റേതിപ്പോൾ തേങ്ങയൊക്കെ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കും വേണ്ടേ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൂട്ടുണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്നാലും ഇപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ വാങ്ങില്ലാതെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയൊക്കെ ആട്ടി കൊടുത്തിട്ടുണ്ട്. പുണ്ണാക്ക് ഇപ്പോൾ നമുക്ക് കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാലത്തിനുള്ള പുണ്ണാക്കും ആവും. വേനൽക്കാലം ആകുമ്പോൾ പിന്നെ പുണ്ണാക്ക് അങ്ങനെ കേടുവരൊന്നുമില്ല. കുറേ കാലം ഇരിക്കും പുറത്തൊക്കെ വെച്ചാൽ തന്നെ. അല്ലെങ്കിൽ കുറച്ച് മഴക്കാലം അടുപ്പിച്ചൊക്കെ തേങ്ങ ആട്ടുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. എന്നാൽ പിന്നെ കുറേ കാലം പുണ്ണാക്കൊക്കെ കോഴികൾക്ക് കൊടുക്കാനുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എണ്ണ കൊടുന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് വേറെ പാത്രത്തിലോട്ട് ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ എണ്ണക്കേനൊന്നും കേടുവരാതെ അതിൻ്റെ ഉള്ളിലൊന്നും കച്ചറാവാതെ നമുക്ക് വേഗം കഴുകിയെടുക്കാനൊക്കെ എളുപ്പമാവുകയും ചെയ്യും. എണ്ണ അങ്ങനെ മാറ്റി വെച്ചാൽ എന്നിട്ട് നന്നായി ഊറിയതിൻ്റെ ശേഷം നമ്മൾ വേറെ